ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കുക്കിംഗ് ഗ്യാസ് എങ്ങനെ നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാം, അതും കുറഞ്ഞ അളവിൽ എങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ പാചകം കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ തന്നെ നമ്മൾ എന്ത് ഐറ്റംസും കുതിർത്ത് വെച്ചിട്ട് പാചകം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്കിംഗ് കഴിയും. നമ്മൾ സാധാരണ പയറ് വർഗ്ഗങ്ങളിൽ കടലയും ഗ്രീൻ പീസും ചനാക്കടല ഇതൊക്കെയാണ് തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കാറുള്ളത്. പക്ഷേ പരിപ്പ്, പയറ്, മുതിര എന്നിങ്ങനെയുള്ളതൊക്കെ നമ്മൾ അപ്പം തന്നെ കുക്കറിൽ ജസ്റ്റ് വേവിക്കുകയാണ് പതിവ്. അതും കൂടിയിട്ട് നമുക്ക് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് വെന്ത് കിട്ടും. അതുമാത്രമല്ല, അരി നമ്മൾ പാചകം ചെയ്യുന്നതിന് മുൻപ് ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തിടുകയാണെങ്കിൽ അരി നല്ല ക്ലീനായിട്ട് നമുക്ക് കഴുകിയെടുക്കാനും പറ്റും. മാത്രമല്ല, അരി വേഗം വെന്ത് കിട്ടും. രണ്ടാമതായിട്ട് പ്രഷർ കുക്കറിൽ പരമാവധി പാചകം ചെയ്യുകയാണെങ്കിൽ അത്രയും ഗ്യാസ് കുറവാണ് നമുക്ക് കൺസംഷൻ വരുള്ളൂ, വേഗം വെന്ത് കിട്ടുകയും ചെയ്യും. പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ടൈമിങ്ങുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇപ്പോൾ അധികം വേവുള്ള ഐറ്റംസ് ആണെങ്കിൽ കുറച്ച് വിസിലടിച്ച് അതനുസരിച്ച് നമുക്ക് നോക്കാം. പക്ഷേ ചില ഐറ്റംസ് നമ്മൾ കുക്കറിൽ ഇടുമ്പോൾ പെട്ടെന്നൊക്കെ വെന്ത് പോകാറുണ്ട്. അതാണ് പലപ്പോഴും കുക്കറിൽ പാചകം ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കുറവ്. അതിന് നമ്മൾ അത് ആദ്യം തന്നെ ഒരു വിസിലടിച്ച് അതിൻ്റെ വേവ് നോക്കിയ ശേഷം രണ്ടാമത് നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം പിടി കിട്ടും. 2-3 വട്ടം പ്രാക്ടീസ് ചെയ്താൽ കുക്കറിൽ ഈസി ആയിട്ട് നമുക്ക് പല കറികളും ഉണ്ടാക്കാനായിട്ട് പറ്റും. പാത്രം കഴുകുന്ന സമയത്ത് പാത്രത്തിലെ ബേസ് ഉണ്ടല്ലോ, താഴ്ഭാഗം നല്ല രീതിക്ക് വൃത്തിയായിട്ട് കഴുകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ അഴുക്കുകൾ, ഓയിൽ ഇതെല്ലാം ഇങ്ങനെ കട്ട പിടിച്ച് കുറേ കഴിയുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു കരിഞ്ഞ് പിടിച്ച പോലെ ഇങ്ങനെ വരും. ആ ഒരു ലെയർ ഉണ്ടാകുമ്പോൾ പാത്രം ചൂടാവാൻ ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ പാത്രങ്ങൾ കഴുകി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നാലാമതായിട്ട് ടൈമർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ടൈമർ വെക്കുമെങ്കിലും നമ്മുടെ ബാക്കിയുള്ള പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ സമയമൊന്നും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് പുട്ട് ഉണ്ടാക്കുമ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മളത് ജസ്റ്റ് ആവിക്ക് ഇങ്ങനെ വെക്കും. സമയമൊന്നും നോക്കില്ല, മനക്കണക്ക് പോലെ നമ്മൾ അങ്ങോട്ട് ചെയ്യും. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഗ്യാസ് വെറുതെ വേസ്റ്റായി പോവാണ്. ഒരു പുട്ടുണ്ടാക്കാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് മാത്രം മതി. ഇഡ്ഡലി വെന്ത് കിട്ടാനായിട്ട് 8 മിനിറ്റ്, നൂലപ്പം വെന്ത് കിട്ടാനും ആ ഒരു ടൈമൊക്കെ മതിയാവും. അപ്പോൾ ഈ ഒരു ഐറ്റംസിൻ്റെ ഒക്കെ ടൈം നമ്മളൊന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് എളുപ്പമായിരിക്കും. കിച്ചണിൽ ഇങ്ങനൊരു ടൈമറാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ ടൈമർ സെറ്റ് ചെയ്യാനും ഈസിയാണ്. പാചകം ചെയ്യുമ്പോൾ എപ്പോഴും മൂടി വെച്ചിട്ട് പാചകം ചെയ്യാനായിട്ട് നോക്കുക. ഇതെല്ലാവർക്കും അറിയുന്ന ടിപ്പാണ് കേട്ടോ. ഇത് നമ്മൾ കറി അതായത് സവാള വഴറ്റി തക്കാളി വഴറ്റുമ്പോൾ ഒക്കെ നമ്മളിങ്ങനെ മൂടി വയ്ക്കുക. അപ്പോൾ വേഗം തന്നെ വാടി കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ കറി കുക്കാവണം, തള വരുന്ന വരെ നമുക്ക് മൂടി വയ്ക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവണം. ഇങ്ങനെ വെച്ച് വേറെ പണികൾക്ക് പോയി കഴിഞ്ഞാൽ ഗ്യാസ് ഇങ്ങനെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ കറി ഏതാണ്ട് ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി വയ്ക്കുകയാണെങ്കിൽ ആ ചൂടിലിരുന്ന് കൊണ്ട് തന്നെ കറി റെഡി ആയിക്കോളും. ആറാമത്തെ ടിപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ സ്റ്റൗവിൻ്റെയും ഫ്ലെയിമിൻ്റെ വരുന്ന ആ ബർണറുകളുടെ അളവിൽ വ്യത്യാസമുണ്ട്. ആ ഒരു ബർണറിൻ്റെ അളവനുസരിച്ചുള്ള പാത്രങ്ങൾ വേണം വെക്കാൻ. വലിയ ബർണറിൽ വലിയ പാത്രങ്ങൾ തന്നെ വെക്കണം. കാരണം അതിൽ വരുന്ന ഫ്ലെയിം നല്ല സ്പ്രെഡായിട്ടാണ് വരുന്നത്. തീരെ കൊച്ചു പാത്രം അതിൽ വെക്കുമ്പോൾ ഫ്ലെയിം വേസ്റ്റ് ആയിട്ട് പോവാണ് ചെയ്യണത്. അതുപോലെ നമുക്ക് ചെറുതായിട്ട് കാച്ചിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ സെൻറ്ററിലെ ആ ഒരു ചെറിയ ബർണറിലാണ് വെക്കേണ്ടത്. അതിനനുസരിച്ചുള്ള അളവുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാനും പരന്ന പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് കിട്ടും. ആറാമത്തെ ടിപ്പ്, നമ്മൾ പാചകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്ന എല്ലാ ഐറ്റംസും നേരത്തെ കൂട്ടി റെഡിയാക്കി സ്റ്റൗവിൻ്റെ അടുത്ത് വെക്കുക. പച്ചക്കറികൾ അരിഞ്ഞ് വെക്കലായാലും സ്പൂണുകളായാലും അതിന് വേണ്ടി പാത്രങ്ങളായാലും എല്ലാതും. എന്താ വെച്ചാൽ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പച്ചക്കറി അരിയാൻ നിൽക്കുമ്പോഴും ഓരോന്ന് അന്വേഷിക്കാൻ പോകുമ്പോഴും സ്റ്റൗ വെറുതെ ഇങ്ങനെ ഓണായിട്ടിരിക്കും. അപ്പോൾ അതിലും നല്ലത് കുക്കിംഗ് ഷോയിലൊക്കെ ചെയ്യുന്ന പോലെ എല്ലാ ഐറ്റംസും നിരത്തി വെച്ച് ഒറ്റതിന് പാചകം ചെയ്ത് തീർക്കുക. കൃത്യമായിട്ട് നമ്മളൊരു മീൽ പ്ലാൻ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അനാവശ്യമായിട്ടുള്ള പാചകം കുറയ്ക്കാനും പറ്റും, ഗ്യാസ് കൺസംഷൻ കുറയ്ക്കാം. അപ്പോൾ രാവിലെയും അതുപോലെ ഉച്ചയ്ക്കായാലും നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്താണെന്ന് പ്ലാൻ ഉണ്ടാക്കുക. ലഞ്ചിന് ഉണ്ടാക്കുന്ന അതേ കറികൾ തന്നെ വൈകുന്നേരം ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കറികൾ 3 നേരം പാചകം ചെയ്യുമ്പോൾ അത്രയും തന്നെ ഗ്യാസിൻ്റെ കൺസംഷൻ കൂടുതലാണ്. മാത്രമല്ല, ചോറിൻ്റെ കൂടെ നമ്മളൊരു ചാറ് കറി ഉള്ളെങ്കിൽ അത് മതി. ഉപ്പേരിയും പിന്നെ ഒരു ഫ്രൈഡ് ഐറ്റം, അങ്ങനെ പലതരം ഐറ്റംസ് ആകുമ്പോൾ എണ്ണം കൂടുകയും ചെയ്യും, ഗ്യാസ് കൂടുതൽ വേണം. അധികം ഗ്യാസ് ഉപയോഗിക്കാതെ ചമ്മന്തി പോലുള്ള ഐറ്റംസ് മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെയൊക്കെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അതനുസരിച്ചൊരു പ്ലാൻ നമ്മൾ ഇപ്പം മുതലേ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 ദിവസം ഒരേ കറി തന്നെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ 2 ദിവസത്തേക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ആ പച്ചക്കറികളുടെ അളവ് കുറച്ച് കൂടുന്നുള്ളൂ, പക്ഷേ അതിനുള്ള ഗ്യാസ് കൺസംഷൻ ഏകദേശം സെയിമാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയാൽ അത്രയും ഗ്യാസ് കുറയ്ക്കുകയും ചെയ്യാം. മാത്രമല്ല അടുത്ത ദിവസത്തേക്ക് അത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് കുറവുള്ള ഐറ്റംസ് കൂടുതൽ ഉണ്ടാക്കാൻ നോക്കുക. അതായത്
നൂലപ്പം, ഇഡ്ഡലി, ആവിയിൽ വേവിക്കുന്നത്, പുട്ട്, ഇതൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാവുന്നതാണ്. ദോശ, വെള്ളയപ്പം അല്ലെങ്കിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ചധികം ഗ്യാസ് വേണമല്ലോ, കാരണം കുറേ എണ്ണ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ അധികം നേരം ഗ്യാസ് കത്തിക്കണം. അപ്പോൾ അങ്ങനത്തെയുള്ള ഐറ്റംസ് ഈ ഒരു സമയത്ത് പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4 മണിക്ക് ചായയുടെ കൂടെ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഫ്രൈഡ് ഐറ്റംസ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെയുള്ള ഐറ്റംസ് പരമാവധി കുറയ്ക്കാനായിട്ട് നോക്കുക. കാരണം ഓയിലിൽ ഫ്രൈ ചെയ്യുമ്പോൾ അത്രയും തന്നെ ടൈം എടുക്കും സ്നാക്സ് ഫ്രൈ ചെയ്യാലും അല്ലെങ്കിൽ നമ്മൾ നോൺ വെജ് ഫ്രൈ ചെയ്തെടുക്കുകയിലൊക്കെ. അപ്പോൾ പരമാവധി കുക്കിംഗ് സാധാരണ വേഗം കഴിയുന്ന കുക്കിംഗ് ഉള്ള സ്നാക്സോ ആവിയിൽ വെച്ചതോ ഉണ്ടാക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സോ സലാഡുകളോ അങ്ങനെയുള്ള ഐറ്റംസ്, ഗ്യാസ് ഉപയോഗിക്കാത്ത ടൈപ്പ് റെസിപ്പീസ് സെർച്ച് ചെയ്തിട്ട് അങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നോക്കുക. പാചകം ചെയ്യുന്ന സമയത്ത് കറികളിൽ വെള്ളം ഒഴിക്കുമ്പോൾ അനാവശ്യമായിട്ട് കുറേ വെള്ളം ഒഴിച്ച് വേവിക്കാതെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാനും, വെള്ളം ഒഴിക്കുമ്പോൾ നേരിയ ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ വേഗം തന്നെ കുക്കിംഗ് നടക്കും. അപ്പോൾ കുറച്ച് വെള്ളം കെറ്റിലോ അല്ലെങ്കിൽ പാത്രത്തിലോ തിളപ്പിച്ച് മൂടി വയ്ക്കുക. ആവശ്യം അനുസരിച്ച് കറികളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഫ്രിഡ്ജിൽ എന്തെങ്കിലും കറികളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്തോട്ട് കുറച്ച് നേരത്തെ എടുത്ത് വെച്ച ശേഷം നന്നായിട്ട് തണുപ്പ് പോയി കഴിഞ്ഞിട്ട് ചൂടാക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ഗ്യാസിൽ നമുക്ക് വേഗം തന്നെ ചൂടാക്കി എടുക്കാം. എന്ത് ഐറ്റംസ് ചൂടാക്കുമ്പോഴും മൂടി വെച്ച് ചൂടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. പിന്നെ നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ആവിക്ക് എന്തെങ്കിലും വെക്കുമ്പോൾ, ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമുക്ക് അതിൻ്റെ താഴെ വെള്ളം നമ്മൾ വെക്കുന്നുണ്ടല്ലോ, ആ വെള്ളത്തിൽ നമുക്ക് കോഴിമുട്ട പുഴുങ്ങാടി അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് വേവിച്ചൊക്കെ എടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലിട്ടുകൊണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതൊക്കെ പണ്ടെല്ലാവരും ചെയ്തിരുന്ന ഓരോ സൂത്രപ്പണികളാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഒരു ടൈമിൽ തന്നെ 2 കാര്യങ്ങൾ ഒരേ പാത്രത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. സ്റ്റൗ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. എന്തെങ്കിലുമൊക്കെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ കൈയോടെ തന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കാൻ നോക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം സ്റ്റൗ വൃത്തിയാക്കിയിട്ട് വെക്കുക. ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് സ്റ്റൗ മൊത്തത്തിൽ നന്നായി ക്ലീൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ബർണർ നമ്മൾ ഊരിയെടുത്തിട്ട് അതും കൂടി നല്ല രീതിക്ക് ക്ലീൻ ചെയ്യണം. ബ്രഷൊക്കെ ഉപയോഗിച്ച് അത് നന്നായി ഉരച്ച് ആ ഒരു ബർണറിൻ്റെ ഹോൾസ് എല്ലാം തന്നെ നല്ല ക്ലിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അങ്ങനെ വന്നാലാണ് നല്ല രീതിക്ക് ഫ്ലെയിം കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ, അതായത് മാസത്തിലൊരിക്കലോ 2 മാസം കൂടുമ്പോഴോ നമ്മളുടെ പാചകത്തിൻ്റെ അനുസരിച്ച് നമ്മുടെ സ്റ്റൗവൊക്കെ എത്രത്തോളം അഴുക്കാമുണ്ട് അതനുസരിച്ച് ചെയ്യുക. സ്റ്റൗവിൻ്റെ ബേണറിൽ നിന്ന് വരുന്ന ഫ്ലെയിമിൻ്റെ കളറ് പ്രത്യേകം ശ്രദ്ധിക്കുക. കറക്റ്റ് വരേണ്ട കളറ് ബ്ലൂ കളറാണ്. അതല്ലാതെ ഓറഞ്ചും ഗ്രീൻ കളറൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്നിങ്കിൽ ബർണറിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കുകൾ പിടിച്ചിരിക്കുക, അല്ലെങ്കിൽ സ്റ്റൗവിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ പാത്രങ്ങൾ കരി വരിക, ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ സ്റ്റൗവിന് കംപ്ലയിൻ്റ് ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സിലിണ്ടർ നമ്മൾ ഫിക്സ് ചെയ്യണ സമയത്ത് ശ്രദ്ധയോടുകൂടി വെക്കുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും സൗണ്ടോ സ്മെല്ലോ ഉണ്ടെങ്കിൽ ലീക്കേജ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ആ ഒരു ഗ്യാസിൻ്റെ കുറ്റിയുടെ ടോപ്പ് ഭാഗത്തായിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബ്ലാക്ക് വാഷർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു ടെസ്റ്റർ ഉപയോഗിച്ച് പുറത്തോട്ട് എടുത്തിട്ട് നമ്മുടെ കഴിഞ്ഞു പോയ ഗ്യാസും കുറ്റിയുടെ വാഷർ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ കിട്ടും. അതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സ്മെല്ലും ആ ഒരു സൗണ്ടൊക്കെ പോവും. നമ്മളിത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ സിലിണ്ടർ ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ പൈപ്പ് എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം അത് തുരുമ്പ് പിടിച്ചിട്ടുണ്ടോ, വല്ലാണ്ട് കംപ്ലയിൻ്റ് ആയിട്ടുണ്ടോ, സ്റ്റൗവും സിലിണ്ടറും കണക്ഷൻ്റെ അവിടെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. പലപ്പോഴും അത് വിട്ടുപോവുകയും കുറേ കഴിയുമ്പോൾ അത് തുരുമ്പൊക്കെ പിടിച്ച് കഴിയുമ്പോഴാവും നമ്മൾ അറിയാം. ഗ്യാസിൻ്റെ ഉപയോഗമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം കിടക്കുന്നതിന് മുൻപ് നിർബന്ധമായിട്ടും റെഗുലേറ്ററിൽ ആ ഒരു നോബ് ഓഫിലേക്ക് ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതെല്ലാ ദിവസവും മറക്കാതെ ഒരു ഹാബിറ്റ് പോലെ ചെയ്തുകൊണ്ട് പോവുക. ഉപയോഗിക്കാത്ത സമയത്തോ പുറത്ത് യാത്രകൾ പോകുന്ന സമയത്തായാലും ഇത് ഓഫ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ടിപ്സ് അറിയുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.